ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പലാസോ പാൻറ്റും അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പുമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ടോപ്പിൻ്റെ കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. വീതി 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. ഇനി ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും അളവുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. മുകളിലേക്ക് 2 ഇഞ്ചിലുള്ള ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4.5 ഇഞ്ചാണ് ആം ഹോൾ ലെങ്ത് വരുന്നത്. ഇനി ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ച് ഇവിടെ കൈക്കുഴി ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കണം. ഇവിടെ വേസ്റ്റ് അളവ് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും വേസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. നെക്കിറക്കം 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേ അളവിലുള്ള ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 പീസ് ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ 3 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന പോലെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2 പീസ് തുണിയുടെയും നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് 2 ഷോൾഡറിൻ്റെ ഭാഗത്തും ഇതുപോലെ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണിയും വെച്ച് കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡറും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്ക് മറിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ട്രാപ്പിൻ്റെ മറ്റേ സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണിയും വെച്ച് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശവും മറിച്ചെടുക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ റോങ് സൈഡിലാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്യേണ്ടത്. ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള 1 ഇഞ്ച് 2 സൈഡിൽ നിന്നും ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്കാക്കി സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വേറൊരു തുണിയുടെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മറ്റേ സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. നീളം 40 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ താഴ്ഭാഗം റോങ് സൈഡിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ടോപ്പുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ഫ്രില്ലിട്ട തുണിയുടെ നല്ല വശം ഈ ഒരു ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെയുള്ളൊരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ മറ്റേ സൈഡും റോങ് സൈഡിലേക്കാക്കി കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 16 ഇഞ്ച് ലെങ്ത്തുള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. ഈ അളവിലുള്ള 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇനി മുകളിൽ നിന്നും താഴേക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ 13 ഇഞ്ചാണ് ഞാൻ പാൻറ്റിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്കി വരുന്ന 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇവിടെ ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ വീതി 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 2 പീസ് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസ് തുണിയുടെയും താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാൻറ്റിനെ ഇതുപോലെ ഒന്ന് പിടിച്ച് ഈ ഒരു പീസ് തുണിയുടെ താഴ്ഭാഗം മുതൽ മറ്റേ പീസിൻ്റെ താഴ്ഭാഗം വരെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 ഇഞ്ചാണ് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് വിട്ടിരുന്നത്. ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. അരവണ്ണം എത്രയാണോ അതിൽ നിന്നും 2-3 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. ഇനി ഈ ഒരു എലാസ്റ്റിക്കിനെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. ജോയിൻ്റ് ചെയ്യുമ്പോൾ 3-4 സ്റ്റിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഗ്യാപ്പ് വിട്ടിരുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.